ഈ കഥ ഒരു കൂലിപ്പണിക്കാരന്റെയാണ്. ജഗൻ സേഠ് ലാൽ ചന്ദിന്റെ പാടത്ത് പണിയെടുക്കുമായിരുന്നു. സേഠ് ലാൽ ചന്ദിന്റെ പാടം ഗ്രാമത്തിലെ ഏറ്റവും വലിയ പാടമായിരുന്നു. എന്നിട്ട് അവിടെ ഒരുപാട് പണിക്കാര് പണിയെടുക്കുമായിരുന്നു. ദിവസ അവസാനം സേഠ് ലാൽചന്ദ് അവരുടെ പണിക്കാർക്ക് അതിന്റെ കൂലി കൊടുക്കുമായിരുന്നു. അല്ലേലും സേഠ് ലാൽചന്ദ് വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം പണിക്കാരുടെ മേളിൽ ഒരു കണ്ണ് വെക്കാൻ വേണ്ടി കാലിയെ ഏൽപ്പിച്ചായിരുന്നു. കമല, ഞാൻ കുറെ നേരെ നോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കൂലി കിട്ടില്ല. ഞാൻ പറയട്ടെ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അതൊന്നും എനിക്ക് അറിയണ്ട. പണിയെടുക്കാൻ വന്ന പണി എടുത്തിരിക്കണം. കാലിയ പലപ്പോഴും പണിക്കാരോട് വളരെ ദേഷ്യത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം സംഭവിച്ചത്, ജഗൻ പാടത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ തിരിഞ്ഞത്. പെട്ടെന്ന് അയാളുടെ കൈ മുറിഞ്ഞു. കുറെ പണിക്കാര് അയാളുടെ അടുത്തേക്ക് പോയി. ഒരു സ്ത്രീ അയാളുടെ മുറിവ് കെട്ടിക്കൊടുത്തു. പിന്നെ പണിക്കാരെല്ലാവരും അവരൊരു പണി നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാലിയ അവിടെ എത്തിയത്. ഹേയ് ജഗൻ, എന്താടാ വെറുതെ ഇരിക്കുന്നത്? ചേട്ടാ, ഇദ്ദേഹത്തിന്റെ കൈ കോടാലി കൊണ്ട് മുറിഞ്ഞു. നിങ്ങൾക്ക് പണിയിൽ ശ്രദ്ധേയില്ല. പക്ഷേ കൂലിപ്പണം മാത്രം മുഴുവനും വേണം. നിങ്ങളുടെ മരുന്ന് ചെലവുകളെല്ലാം ഞങ്ങൾ തന്നെ നോക്കണം. നിങ്ങളൊക്കെ കൂടി ചേർന്ന സേട്ടിനെ പെരുവഴിയിലാക്കും. കാലിയുടെ സംസാരം കേട്ടപ്പോ ജഗന് ഒരുപാട് ദേഷ്യം വന്നു. ഒന്നും സംസാരിക്കാതെ അയാള് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന അയാള് ഭാര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പാവം കയ്യിലെ മുറിവ് കണ്ടപ്പോ കരയാൻ തുടങ്ങി. അയ്യോ, എന്തിനാ നീ കരയുന്നത്? കുറച്ചു ദിവസത്തിൽ എല്ലാം ശരിയാവുന്നേ. ഈ മുറിവ് ഉണങ്ങിപ്പോകും. പക്ഷേ അയാളോ? ആ കാലിയ നിങ്ങളോട് ഓരോ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുപ്പിക്കില്ലേ? അതുകൊണ്ടെന്താ? അവൻ ഇതെല്ലാം ശീലമല്ലേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങൾക്ക് ഈ കൂലിപ്പണി ഒന്നും വിടാൻ പറ്റില്ലേ? ഈ കൂലിപ്പണി എടുക്കുന്നത് ഞാൻ അങ്ങ് നിർത്തിക്കളഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? നമുക്ക് വേണമെങ്കിൽ കോഴിയെ വാങ്ങി അതിന്റെ മുട്ട വിൽക്കാം. പക്ഷെ അത് വാങ്ങിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ എവിടെ ഉണ്ട്? എന്റെ പൂർവികര് എനിക്ക് സ്വത്തുക്കളൊന്നും തന്നിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? മാല അവളുടെ കയ്യിലിരുന്ന് 2 വളകളും ഊരി, പിന്നെ കാതിലെ കമ്മലും കൊടുത്തു. ആഭരണങ്ങൾ അണിയാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ അത്യാവശ്യത്തിന് അതിനെ വിൽക്കാനും കഴിയും. വേണ്ട വേണ്ട, ഇത് എനിക്ക് വേണ്ട. മാല ഒരുപാട് വാശി പിടിച്ചതുകൊണ്ട് ജഗൻ ആ ആഭരണങ്ങൾ മേടിച്ചു. ജഗനും മാലയും മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് അവര് ആ ആഭരണങ്ങൾ ഒരു സ്വർണ്ണ കടക്കാരന് കൊടുത്തു. അതിനവർക്ക് 2000 രൂപ കിട്ടി. പിന്നെ മാലയും ജഗനും ഒരു കോഴിക്കാരന്റെ അടുത്തേക്ക് പോയി. അതെ, ഒരു കോഴിയുടെ വില എത്രയാ? ഒരു കോഴിയുടെ വില 100 രൂപയാണ്. ഇനി ഒരു പക്ഷേ 10 കോഴി മേടിക്കുകയാണെങ്കിൽ ഒരു കോഴീനെ ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാം. വളരെ നല്ല കാര്യം. ജഗൻ അയാൾക്ക് 1000 രൂപ കൊടുത്തു. ആ കടക്കാരൻ വലിയൊരു കൊട്ടയ്ക്കകത്ത് 10 കോഴിയും പിന്നെ ഒരു പൂവനെയും കൂടാണ് കൊടുത്തത്. ജഗനും മാലയും വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ അവര് ബാംബുയുടെ കഷ്ണം ഉപയോഗിച്ച് കോഴികൾക്ക് വേണ്ടി കൂടുണ്ടാക്കി. കോഴികളെല്ലാം അതിനകത്ത് കളിക്കുന്ന കണ്ടപ്പോ മാലയ്ക്കും ജഗനും ഒരുപാട് സന്തോഷമുണ്ടായി. അടുത്ത ദിവസം മാല കോഴികളുടെ മുട്ടയെല്ലാം ഒന്നിച്ചാക്കി. ജഗൻ ആ മുട്ടയെല്ലാം ഒരു വ്യവസായിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ 10 മുട്ടയ്ക്ക് 30 രൂപ മേടിച്ചു. എന്നും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. 1 മാസം കഴിഞ്ഞു. ഇന്ന് ജഗൻ ഉണ്ടാക്കിയ കാശെല്ലാം എണ്ണുമായിരുന്നു. ഒരു ദിവസത്തേക്ക് 30 രൂപയാണെങ്കിൽ ഒരു മാസത്തേക്ക് 900 രൂപ. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 500 രൂപയായിരുന്നു. ഞാൻ കുറച്ച് കാശ് എടുത്തോണ്ട് പോയി സ്വർണം വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അധികം കിട്ടിയ കാശെല്ലാം ഇനി കോഴിയെ മേടിക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാകുമല്ലോ. ജഗൻ മാല പറഞ്ഞ കാര്യം കേട്ടു. എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് 5 കോഴിയും കൂടെ മേടിച്ചു. ഇപ്പൊ ദിവസവും 15 മുട്ടയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ട് മാല ഒരുപാട് സന്തോഷിച്ചു. അടുത്ത മാസം ജഗൻ ഒരിക്കൽ കൂടി കണക്ക് നോക്കാൻ ഇരുന്നപ്പോ അപ്പോഴാണ് ഒരു ദിവസത്തേക്ക് 35 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് 1350 രൂപ. എന്റെ അമ്മോ! ഇപ്പോഴാണ് ജഗന് കണക്ക് മനസ്സിലായത്. അടുത്ത 3 മാസം വരെ ജഗൻ 10 കോഴി വീതമാണ് മേടിച്ചത്. എല്ലാം കൂടി ജഗനിന്റെ കയ്യില് 50 കോഴിയാണ് ഉള്ളത്. ഇപ്പൊ അയാൾക്ക് ദിവസം 150 രൂപയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ടപ്പോ അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ പ്രാവശ്യം അയാൾ കണക്ക് നോക്കിയപ്പോഴാണ് ഈ മാസം മൊത്തത്തില് 4000 രൂപ സമ്പാദിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറയുമായിരുന്നല്ലോ. അതെ അതെ, വരൂ. ഇനി എത്ര നാൾ എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്നേ.
രണ്ടുപേരും തട്ടക്കാരന്റെ അടുത്ത് പോയി. 2000 രൂപയ്ക്ക് പലിശയടക്കം 2250 രൂപയായി. ഇന്നാ എടുത്തോളൂ. ജഗൻ കാശ് കൊടുത്ത് ആഭരണങ്ങൾ തിരിച്ചു മേടിച്ചു. അവിടെ ജഗൻ ഒരു മൂക്കുത്തി കണ്ടു. ആ മൂക്കുത്തി എത്രയാണ്? അധികം വിലയൊന്നുമില്ല, 450 രൂപയേ ഉള്ളൂ. അതും തന്നേക്കൂ. മാല പുതിയ മൂക്കുത്തി ഇട്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം ജഗൻ അയാളുടെ മൊട്ടയുടെ വ്യാപാരം തുടങ്ങി. 1 വർഷത്തിന് ശേഷം അയാള് നേടിയ ലാഭം 30,000 രൂപയായിരുന്നു. ഇപ്പൊ അയാളുടെ സ്വന്തമായിട്ട് പോൾട്രി ഫാം ഉണ്ട്. ഫാമിൽ പണിയെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ കുഞ്ഞു കുടില് വലിയൊരു കൊട്ടാരം പോലെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ ജഗനും മാലിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. 1 വർഷം മുമ്പായിരുന്നു ജഗൻ കൂലിപ്പണി എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം ഒരു വ്യവസായിയാണ്. മാല വാശി പിടിക്കത്തില്ലായിരുന്നെങ്കിൽ ജഗൻ ഇപ്പോഴും കൂലിപ്പണി എടുത്തോണ്ടിരുന്നേനെ. അതുകൊണ്ടാണ് പറയുന്ന കുട്ടികളെ, ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഒരു അവസരം മാത്രം കിട്ടിയാ മതി. ജഗന് കിട്ടിയതുപോലെ. എന്നിട്ട് അയാൾക്ക് 1 വർഷത്തിനകം വിജയം നേടിക്കിട്ടി. പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങൂ. നല്ല ചുവന്ന തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. മീര തന്റെ പച്ചക്കറികൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വിറ്റുകൊണ്ടിരുന്നു. ദിവസവും ഗ്രാമം ചുറ്റിത്തിരിയുമ്പോൾ അവൾ എപ്പോഴും ഒരു മനോഹരമായ പച്ചക്കറിത്തോട്ടം കാണാറുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ പച്ചക്കറിത്തോട്ടം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മീര ആ പച്ചക്കറിത്തോട്ടം വാങ്ങാനായി ആഗ്രഹിച്ചു. ആ സ്ഥലത്ത് അവൾ തന്നെ സ്വയം പച്ചക്കറികൾ നടാനായി ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ സാഹചര്യങ്ങൾ അവളെ അതിന് അനുവദിച്ചില്ല. മീരയ്ക്ക് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവനെ നന്നായി വളർത്തേണ്ട ഉത്തരവാദിത്തം മീരയുടേതായിരുന്നു. എന്തെന്നാൽ മീരയുടെ ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിരുന്നു. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നോ? പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങിക്കോളൂ. ചുവന്ന തുടുത്ത തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് നെയ് വിൽക്കുന്ന വിമല വന്നത്. എങ്ങനെയുണ്ട് മീര? നിനക്ക് സുഖമല്ലേ? ഞാൻ സുഖായിരിക്കുന്നു. നീ പറയൂ, നിനക്കെങ്ങനെയുണ്ട്? എനിക്ക് സുഖമാണ്. നിനക്കൊരു കാര്യം അറിയോ? ആ പച്ചക്കറിത്തോട്ടം വച്ചിരിക്കുന്നയാൾ ആ തോട്ടം വിൽക്കാത്രേ. എന്റെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആ തോട്ടം വാങ്ങിയേനെ. നിനക്കറിയോ? മീരയ്ക്ക് ആ തോട്ടം വളരെ വളരെ ഇഷ്ടമായിരുന്നു. ഇത് കേട്ട ഉടനെ മീര ആ തോട്ടക്കാരനെ കാണാനായി പോയി. ഇത് നോക്ക്, നിങ്ങൾ ഈ തോട്ടം വിൽക്കാൻ പോകുകയാണെന്ന് ഞാൻ കേട്ടല്ലോ. ആ പ്രായം കൂടിയത് കാരണം എനിക്കിപ്പോ ഒട്ടും വയ്യ. എനിക്കിതൊന്നും നോക്കി നടത്താനുള്ള ശക്തി ഒട്ടുമില്ല. അതുകൊണ്ടാ ഞാനിതൊക്കെ വിൽക്കുന്നത്. നിനക്ക് ഇതൊക്കെ മേടിക്കാനുള്ള താല്പര്യമുണ്ടോ? അതെ, അത് സത്യമാണ്. എന്നാൽ വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ശരി, ഇതിന്റെ വില എത്രയാണെന്ന് പറയൂ. എനിക്കിതിന് ഒരു 500 നാണയങ്ങൾ വേണം. എന്റെ ദൈവമേ, എന്റെ അടുത്ത് 200 കാശ് മാത്രമേ ഉള്ളൂ. 200 നാണയങ്ങൾ ഒരുപാട് കുറവാണ്. 400 നാണയങ്ങൾക്ക് കുറവായി ഞാനിത് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ആ 200 കാശ് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അടുത്ത 4 മാസം ഓരോരോ മാസവും 50 കാശ് നിങ്ങൾക്ക് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ടം എനിക്ക് തരാനായി കഴിയുമോ? ആ തോട്ടക്കാരൻ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ ശരി, അടുത്ത 4 മാസങ്ങൾ നീ എനിക്ക് 50 നാണയങ്ങൾ വീതം തന്നു തീർക്കണം. മീരയ്ക്ക് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ അവൾ ആഗ്രഹിച്ചിരുന്ന ആ തോട്ടം അവൾക്ക് കിട്ടാൻ പോവുകയാണ്. അതിനുശേഷം മീര വളരെയധികം പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ ദിവസവും ഒരുപാട് പച്ചക്കറികൾ വാങ്ങി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഒരുപാട് പൈസ കിട്ടാനും തുടങ്ങി. ദിവസവും മീര കുറച്ച് കുറച്ച് പൈസ മാറ്റിവെച്ചു. പിന്നീട് വൈകുന്നേരങ്ങളിൽ പൂ അതുപോലെയുള്ള സാധനങ്ങളും വിൽക്കാൻ തുടങ്ങി. 1 മാസത്തിന് ശേഷം മീര ആ തോട്ടക്കാരന്റെ അടുത്ത് പോയി 50 കാശ് കൊടുത്തു. മീരയ്ക്ക് വളരെ സന്തോഷമായി.
മീര ദിവസവും ഇതുപോലെ പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ രാവിലെ പച്ചക്കറിയും വൈകുന്നേരങ്ങളിൽ പൂവും പലഹാരവും വിൽക്കാൻ തുടങ്ങി. അങ്ങനെ മീര 4 മാസങ്ങൾക്കുള്ളിൽ തോട്ടക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ കാശും കൊടുത്തു. ഒരുപാട് സന്തോഷമുണ്ട് മീര. ഇനി ഈ വസ്തുവെല്ലാം നിന്റേത് മാത്രമാണ്. ഇതിനെ നീ ഇനി നന്നായി നോക്കണം മീര. മീരയുടെ സ്വന്തമായി തോട്ടം വാങ്ങാനുള്ള ആഗ്രഹവും നിറവേറി. ഇപ്പോൾ മീര തന്റെ സ്വന്തം തോട്ടത്തിൽ പച്ചക്കറികൾ വിളയിക്കാനും തുടങ്ങി. മറ്റു പച്ചക്കറി വ്യാപാരികളെല്ലാം അവളുടെ കയ്യിൽ നിന്നും പച്ചക്കറികൾ വാങ്ങാൻ തുടങ്ങി. മീരയുടെ കഠിന പ്രയത്നം അവളുടെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു. അവളുടെ മകനും ഇപ്പോൾ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മീരയുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ടാണ് പ്രയത്നിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്നത്. ഈ കഥ ജീവന്റെ കുടുംബത്തെക്കുറിച്ചാണ്. ജീവനോട് ജീവൻ തുല്യം സ്നേഹിക്കുന്ന ജീവന്റെ അമ്മ, അയാളുടെ ഭാര്യ മീന, പിന്നെ മകൾ ഖുഷി. ഈ കുടുംബം സന്തോഷപൂർവ്വം ജീവിക്കുമായിരുന്നു. കാരണം ഗായത്രിയും മീനയും കുൽഫി ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് ജീവൻ ഇതിനെ പുറത്തു കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. കുൽഫി വേണോ? കുൽഫി, നല്ല രുചിയുള്ള കുൽഫി, വെണ്ണയുടെ കുൽഫി, കേസരി കുൽഫി, എല്ലാവരും വാങ്ങിച്ച് കഴിക്കൂ കുൽഫി. അങ്കിൾ ഒരു മലായി കുൽഫി തന്നെ. ഇന്നാ മോനെ, 2 രൂപ താ. ഇതുപോലെ തന്നെ ജീവൻ ദിവസം മുഴുവനും കറങ്ങിയിട്ട് കയ്യിലിരുന്ന കുൽഫി എല്ലാം വിൽക്കുമായിരുന്നു. ഒരു ദിവസം നടന്ന സംഭവമാണ്. ജീവൻ ഖുഷിയെ മാർക്കറ്റിൽ കൊണ്ടുപോയായിരുന്നു. അച്ഛാ, എനിക്ക് ആ റോസ് കളറിലെ വളകൾ വേണം. വാ, നമുക്ക് പോയി വാങ്ങിക്കാം. ജീവനും ഖുഷിയും വളകളുടെ കടയുടെ അടുത്തേക്ക് പോകുമ്പോ അപ്പോഴാണ് അവിടെ ഒരു കാള ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടത്. മാർക്കറ്റിനകത്ത് മുഴുവനും ആൾക്കാർ ഓടാൻ തുടങ്ങി. ജീവൻ കാള വരുന്നത് കണ്ടിട്ട് ഖുഷിയെ മുന്നിലേക്ക് തള്ളിവിട്ടു. കാള ജീവനെ അവന്റെ കാലുകൊണ്ട് ചവിട്ടി മെതിച്ചു. ജീവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അയാളുടെ കുടുംബം മുഴുവനും അയാളെ കണ്ട് കരയുമായിരുന്നു. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇനി ഇങ്ങേർക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ജീവന്റെ കുടുംബം മുഴുവനും ഇനിയും തകർന്നു പോയി. 1 മാസത്തിന് ശേഷം ജീവൻ വീട്ടിലേക്ക് വന്നു. നമ്മുടെ കുടുംബത്തിനെ ഇപ്പൊ എങ്ങനെയാ നോക്കുന്നേ? ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാലേ ശരിയാവുള്ളൂ. ഇനി നിങ്ങള് എങ്ങനെയാ പണിയെടുക്കുന്നത്? എന്തെങ്കിലും ഒരു ജോലി ഞാൻ തീർച്ചയായിട്ടും ചെയ്താലേ പറ്റൂ. ഞാൻ ചിന്തിക്കുവാണ്, ആർക്കെങ്കിലും പണി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്താ പോരെ? ഇല്ല, വേണ്ടാന്നേ. ഞാനുള്ളപ്പോൾ നീ എന്തിനു ജോലിക്ക് പോണം? പക്ഷെ അമ്മേ, നിങ്ങൾക്കും അത്രയും സുഖമില്ലാത്തതാണല്ലേ. ഈ വീട്ടില് ഞാൻ മാത്രമാണല്ലോ ഇത്തിരി ആരോഗ്യമുള്ളത്. എന്നാ പിന്നെ ഞാൻ തന്നെ പണിയെടുത്താ മതി. പക്ഷേ നീ എന്ത് ജോലിയാ ചെയ്യ? നിങ്ങൾ ചെയ്തോണ്ടിരുന്നത് തന്നെ. മീന, കുൽഫിയുടെ പാത്രം തലയെ കയറ്റി വെച്ച് നാട് മുഴുവനും ചുറ്റി ചുറ്റി അത് വിൽക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. അതുമാത്രമല്ല, നീ ഒരു പെൺകുട്ടിയാണ്. ഇത് എളുപ്പമല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ എന്റെ കയ്യില് വേറെ വഴിയില്ലല്ലോ. തുടക്കത്തില് ഞാൻ കുറച്ച് കുൽഫി മാത്രം കൊണ്ടുപോകാം. ആ, ശരി. ഇനി എല്ലാം ഈശ്വരൻ വേണം നോക്കി നടത്താൻ. ഗായത്രിയും മീനയും ഒരിക്കൽ കൂടി കുൽഫി ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പ്രാവശ്യം ജീവൻ കുൽഫിയുടെ കൊട്ടയ്ക്കകത്ത് എപ്പോഴത്തേക്കാ വളരെ കുറഞ്ഞ കുൽഫിയാണ് ഇട്ടത്. നിനക്ക് വിശ്വാസമുണ്ടോ? നീന സമ്മതം മൂളിയിച്ച് ആ കൊട്ടയെടുത്ത് തലേ വെച്ച് പുറപ്പെട്ടു. കുൽഫി, രുചിയുള്ള കുൽഫി, മലായി, കേസർ, പിസ്ത. കൊള്ളാവല്ലോ കുൽഫി. കുട്ടികൾ മീനയുടെ അടുത്ത് ഓടിച്ചെന്നു. എനിക്ക് മലായി ആണ് വേണ്ടത്. എനിക്ക് കേസർ മതി. മീന ഒന്നൊന്നായിട്ട് എല്ലാ കുട്ടികൾക്കും കുൽഫി കൊടുത്തു. മീന അവിടെ മുഴുവനും നടന്ന് കയ്യിലിരുന്ന കുൽഫി എല്ലാം വിറ്റു. വൈകുന്നേരം ആയപ്പോ അവളുടെ കാലയിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നു. എന്റെ കാലിലാണെങ്കിൽ നല്ല വേദനയുണ്ട്. അദ്ദേഹം ഇതെല്ലാം എങ്ങനെയാ ചെയ്തോണ്ടിരുന്നത്? മീന നടന്ന് വീട്ടിലേക്ക് എത്തി. അമ്മേ, ഇന്നാ പിടിച്ചോ, ഇത് ഇന്ന് കിട്ടിയതാണ്.
ഗായത്രി ആ കാശ് ദൈവത്തിനു മുമ്പിൽ വെച്ചു. വാ വന്നടുത്തിരിക്കെ. മീന ജീവന്റെ ഒപ്പം ചെന്നിരുന്നു. ജീവൻ മീനയുടെ കാല് അയാളുടെ മടിയിലേക്ക് എടുത്തു വെച്ച് നന്നായി അമക്കി കൊടുത്തു. അല്ലല്ല, ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നേ? ദിവസം മുഴുവനും നാട് ചുറ്റി ഇത് വിറ്റ് നിന്റെ കാല് വേദനിച്ചിരിക്കും. ഞാൻ കാല് അമർത്തി തരാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, എനിക്ക് ദോഷം കിട്ടും. മിണ്ടല്ലേ, നീ ഒന്നും പറയണ്ട. മീന പറയുന്ന ഒന്നും ജീവൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് അവളുടെ കാല് നന്നായി തിരുമി. ഇത് കണ്ടു നിന്ന ഗായത്രി ഒരുപാട് സന്തോഷിച്ചു. ദൈവമേ, എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്, ഇങ്ങനൊരു മരുമകളെയും മകനെയും എനിക്ക് തന്നതിന്. ഒരു പ്രശ്നം വന്നപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് നിന്നത്. അങ്ങനെ മീന ദിവസം തോറും പുറത്തുപോയി കുൽഫി വിൽക്കുമായിരുന്നു. പിന്നെ ഗായത്രി വീട്ടിലെ കാര്യം നോക്കും. അങ്ങനെ ജീവന് ഇത്രയും വലിയൊരു സംഭവത്തിന് ശേഷം അയാളുടെ കുടുംബം അയാളുടെ കൂടെ തന്നെ നിന്നു. എന്നിട്ട് അയാളുടെ ജീവിതം അവിടെ നിന്ന് പുരോഗമിച്ചു. അപ്പൊ കുട്ടികളെ, ഈ കഥ ഞങ്ങളെ പഠിപ്പിക്കുന്നത് മോശകാലമാണെങ്കിലും നമ്മുടെ കുടുംബം കൂടെ തന്നെ നിന്നാ മതി. ജമുന ഒരുപാട് പരിശ്രമിക്കുന്നതും മനസ്സിൽ നന്മ നിറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. അവര് നല്ല രുചിയുള്ള കുൽഫി ഉണ്ടാക്കിയിട്ട് സുൽത്താൻപൂരിൽ അതിനെ ചെന്ന് കൊണ്ട് വിൽക്കുമായിരുന്നു. കുൽഫി എല്ലാം വിറ്റിട്ടാണ് അവരവരുടെ പട്ടിണി മാറ്റിക്കൊണ്ടിരുന്നത്. കുട്ടികൾക്കെല്ലാവർക്കും അവരുണ്ടാക്കുന്ന കുൽഫി ഒരുപാട് ഇഷ്ടമായിരുന്നു. കുൽഫി മേടിച്ചോളൂ, കുൽഫി കുൽഫി മേടിച്ചോളൂ. ഈ കുൽഫിക്ക് എന്താണ് വില? 5 രൂപയാ മോനെ. പക്ഷെ എന്റെ കയ്യിലാണെങ്കിൽ 1 രൂപ മാത്രമേ ഉള്ളൂ. സാരമില്ല, ആ 1 രൂപ തന്നേര്. എന്നാ കുൽഫി. അവരുടെ നന്മ നിറഞ്ഞ മനസ്സ് കണ്ടിട്ട് അവരുടെ അയൽക്കാരിയായ സ്ത്രീക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ജമുന, നീ ഇത്രയും വില കുറച്ച് കുൽഫി വിൽക്കുവാണെങ്കിൽ പിന്നെ നിനക്കത് ശരിക്കും നഷ്ടമുണ്ടാക്കാനാണ് സാധ്യത. നീ നിന്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോന്നേ? എനിക്ക് പിന്നെ ഈ കൊച്ചു കുട്ടികൾ സന്തോഷത്തോടു കൂടി കുൽഫി കഴിക്കുന്നതാണ് സന്തോഷം. ജമുനയ്ക്ക് ഒരു ദിവസം തളച്ച വെയിലത്ത് ക്ഷീണിച്ച് കിടക്കുന്ന ഒരു പട്ടിക്കുട്ടിയാണ് കിട്ടിയത്. ജമുനയാണെങ്കിലോ അതിനും ഒരു കുൽഫി കൊടുത്തു. ഇപ്പൊ ആ പാവം പട്ടിക്കുട്ടി ജമുനയുടെ കൂടെ തന്നെയായിരുന്നു താമസം. ജമുന കുൽഫി വിൽക്കാനായിട്ട് പോകുമ്പോഴെല്ലാം പട്ടിക്കുട്ടിയും അവരുടെ കൂടെ പോയി ഓരോ വീട്ടിലും കേറിയിറങ്ങുമായിരുന്നു. ജമുനയുടെ രുചിയുള്ള കുൽഫിയെ കുറിച്ച് പതുക്കെ പതുക്കെ സുൽത്താൻപൂരിൽ മുഴുവനും പ്രസിദ്ധിയാകാൻ തുടങ്ങി. കുട്ടികളെല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് മാത്രമേ കുൽഫി മേടിച്ച് കഴിക്കുമായിരുന്നു. കുട്ടികളെല്ലാവരും സ്നേഹം കൊണ്ട് അവരെ ജമുന ചിറ്റിന്ന് വിളിക്കുമായിരുന്നു. ആദ്യം എനിക്ക് വേണം. ഇല്ല, ആദ്യം എനിക്ക് വേണം കഴിക്കാൻ. എന്തായി കാണിക്കുന്നേ? മേടിക്കാൻ ഒന്നൊന്നായി വന്നാ മതി കുട്ടികളെ. എല്ലാവർക്കും ഞാൻ കുൽഫി തരാം. ഇന്ന് ഞാൻ എല്ലാവർക്കും കഴിക്കാൻ ഒരുപാട് കുൽഫി ഉണ്ടാക്കിയിട്ടുണ്ട്. ജമുന ഉണ്ടാക്കുന്ന കുൽഫിയുടെ വിൽപ്പന കൂടിയത് കാരണം ആ സ്ഥലത്ത് തന്നെ ഐസ്ക്രീം വിൽക്കുന്ന ഹരിയയ്ക്ക് ഒരുപാട് അസൂയ തോന്നാൻ തുടങ്ങി. കാരണം അവിടുത്തെ കുട്ടികളെല്ലാവരും ഇയാളുടെ അടുത്തുനിന്ന് ഐസ്ക്രീം മേടിക്കുന്നേക്കാ പകരം ജമുനയുടെ കുൽഫി മാത്രമാണ് കുട്ടികൾ മേടിക്കുന്നത്. ഹരിയ അയാളുടെ ഐസ്ക്രീമിന്റെ വിൽപ്പന കൂട്ടാൻ വേണ്ടി ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ജമുന ചേച്ചി, എത്ര നാളാന്ന് വെച്ചാ നിങ്ങൾ ഇതെല്ലാം ചുമന്ന് വെറുതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എല്ലാ കുൽഫിയും എനിക്ക് തന്നെ വിറ്റേക്ക്. സാരമില്ല ഹരിയ, എനിക്ക് സ്വയം ഈ കൊച്ചുകുട്ടികൾക്ക് കുൽഫി വിൽക്കുന്ന ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങളുടെ ഇഷ്ടം. ഞാൻ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യാമെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ജമുനയെ എങ്ങനെയെങ്കിലും ഈ കുൽഫി വിൽക്കുന്നതിൽ നിന്നും തടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ല. ജമുന കുൽഫി വിൽക്കാൻ വേണ്ടി ആ ഗ്രാമം മുഴുവനും കറങ്ങുമായിരുന്നു.
ആ പട്ടിക്കുട്ടിയും അവരുടെ കൂടെ തന്നെ ഗ്രാമം മുഴുവനും ചുറ്റും. ജമുന ഒരു വഴി കൂടെ കേറി ചെന്ന് എല്ലാവർക്കും കേൾക്കാനായി നന്നായി ഒച്ചയിടും. ആ നേരം നോക്കി ഹരിയ ജമുനയുടെ പിന്നിൽ തന്നെ സൈക്കിൾ ഓടിച്ചോണ്ട് വന്നു. എനിക്കൊരു സന്ദർഭം ഒത്തു വരികയാണെങ്കിൽ ഞാൻ താഴെ തള്ളിയിട്ടിരിക്കും. അപ്പൊ അവളുടെ കുൽഫി എല്ലാം താഴെ വീണ് നാശമായി പോവും. അവിടെ ഹരിയ ജമുനയെ ഒന്ന് തള്ളിയിടാൻ വേണ്ടി സൈക്കിളും ഓടിച്ചോണ്ട് നേരെ ജമുനയുടെ അടുത്ത് എത്തിയപ്പോഴാണ് ആ പട്ടിക്കുട്ടി അയാളെ അവിടെ വെച്ച് കാണുന്നത്. ആ പട്ടിക്കുട്ടി സൈക്കിളിന്റെ മേളിൽ എടുത്ത് ചാടി അയാളെ തന്നെ സൈക്കിളിൽ നിന്ന് മറിച്ചിട്ടു. എന്റെ ഈശ്വര, എന്നെ പോയി പട്ടി കടിച്ചല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എന്നെ രക്ഷിക്കണേ പട്ടി, രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും വരണേ, രക്ഷിക്കൂ. ഹരിയ എങ്ങനെയെങ്കിലും അയാളുടെ ജീവൻ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് ഓടാമെന്ന് വിചാരിച്ചു. ജമുനയുടെ കയ്യിലിരിക്കുന്ന കുൽഫി എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അയാളുടെ കയ്യിലിരുന്ന ഐസ്ക്രീം തന്നെ അങ്ങ് തകർന്നു പോയത്. ആ പട്ടിക്കുട്ടി ജമുനയുടെ കയ്യിലുള്ള നല്ല രുചിയുള്ള കുൽഫിയൊക്കെ തകരാതെ അതെല്ലാം രക്ഷപ്പെടുത്തി. ഈ കഥയില് നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്: പരിശ്രമവും മനസ്സിൽ നന്മ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തില് നല്ല കാര്യങ്ങളെ നടക്കൂ. മറ്റുള്ള ജീവികളോട് ദയ കാണിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ഒരിക്കലും ഒരു പ്രയാസവും നേരിടേണ്ടി വരില്ല. നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ രാമാവും ഭർത്താവ് ചിന്നപ്പയും താമസിച്ചു വരികയായിരുന്നു. രണ്ടുപേരും ആ ഗ്രാമത്തിലെ ഒരു കൃഷിസ്ഥലത്ത് ജോലി ചെയ്ത് അവരുടെ കുടുംബം നയിച്ചു വരികയായിരുന്നു. രമയ്ക്കും ചിന്നപ്പനും ഒരു മകനും ഒരു മകളുമുണ്ടായിരുന്നു. അവര് രണ്ടുപേരും മക്കളെ വളർത്തി വലുതാക്കി വലിയ നിലയിൽ എത്തിക്കണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ചിന്നപ്പയ്ക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അസുഖം കൂടുതലായിക്കൊണ്ടിരുന്നു. അപ്പോൾ രമയായിരുന്നു കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തവും ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. അസുഖം ബാധിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അവസ്ഥ ഓരോ നിമിഷം കൂടുന്തോറും മോശമായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചിന്നപ്പയെ കാണാനായി അദ്ദേഹത്തിന്റെ അനിയൻ മോഹൻ എത്തി. ചേട്ടാ, ചേട്ടന്റെ അവസ്ഥ വളരെ മോശമാണല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിരുന്നോ? ഞങ്ങള് കാണിച്ചു അനിയ, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഞാൻ പോയി അമ്പലത്തിലെ ചേട്ടന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്താം. ചേട്ടന്റെ അസുഖം എല്ലാം മാറിക്കോളൂന്നേ. ശരി അനിയാ. ഏട്ടത്തി, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഏട്ടത്തിയുടെ തലയിലാണല്ലേ, ശരിയല്ലേ? അതെ, എന്തായാലും ഈ കുടുംബത്തിന് മുമ്പിലോട്ട് നീക്കണ്ടേ. ഏട്ടത്തി, ഞാനൊരു ഇഡ്ഡലിക്കട തുടങ്ങാൻ വേണ്ടി പോവാ. ചേച്ചി എവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നോ? അതുകൊണ്ട് ചേച്ചിക്ക് ഒരുപാട് കാശ് കിട്ടുകയും ചെയ്യും. അതോടെ ചേച്ചിക്ക് കാശിനുള്ള ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. എനിക്കതിന് കിട്ടുന്ന ലാഭം നമുക്ക് രണ്ടുപേർക്കും പപ്പാതി വെച്ചെടുക്കാം. അതെ, അങ്ങനെ തന്നെ ചെയ്യാം അനിയ. പിറ്റേ ദിവസം മുതൽ രമ മോഹന്റെ ഇഡലിക്കടയിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടിലുള്ള എല്ലാവർക്കും രമയുടെ ഇഡ്ഡലി ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറച്ചു നാളുകൾക്കുള്ളിൽ രമയുടെ ഇഡ്ഡലി നാട്ടുകാർക്കിടയിൽ വളരെ പ്രശംസ പിടിച്ചുപറ്റി. കടയിലേക്ക് ദിവസേന ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വന്നു തുടങ്ങി. രമയും മോഹനും ഒരുപാട് സന്തോഷിച്ചു. എന്താന്ന് വെച്ചാ രണ്ടുപേർക്കും ലാഭം കൂടിക്കൂടി വരികയാണല്ലോ. അങ്ങനെ കിട്ടിയ ലാഭം കൊണ്ട് രമ ചിന്നപ്പയെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചു നാളുകൾക്കുള്ളിൽ ചിന്നപ്പ പഴയതുപോലെ തന്നെ നടക്കുവാൻ തുടങ്ങി. ഇങ്ങനെ 2 മാസം അങ്ങ് പോയി. രമയുടെയും മോഹന്റെയും കടയിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് രമയ്ക്കൊരു ചിന്ത വന്നത്. ഇവിടെ ഇത്രയും ആൾക്കാര് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി കഴിക്കാനാ വരുന്നേ. അങ്ങനാണെങ്കിൽ എനിക്കും നല്ല ലാഭം വരണ്ടേ. മോഹൻ സാധനങ്ങൾ മാത്രം മേടിച്ചോണ്ട് വരുന്നു. വരുന്ന എല്ലാവർക്കും ഇഡ്ഡലി പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ലാഭം അത്രയും അവന് വരാൻ പാടില്ലല്ലോ. അന്ന് വൈകുന്നേരം രണ്ടുപേരും ലാഭം പങ്കിടുമ്പോൾ അപ്പോൾ അല്ല അനിയ, ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കുന്ന ഞാൻ തന്നല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി അത്രയ്ക്ക് നല്ല അല്ലെങ്കിൽ
നിങ്ങൾക്ക് ഇത്രയും ലാഭം ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് സത്യം തന്നെയാ ഏടത്തി. ഏടത്തി ഉണ്ടാക്കുന്ന ഇഡലിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നേ. അങ്ങനെ നോക്കിയാ നിങ്ങളെക്കാൾ കൂടുതൽ ലാഭം എനിക്കല്ലേ കിട്ടേണ്ടത്? പക്ഷേ ഏടത്തി, ഇത് ഭയങ്കര തെറ്റാണേ. ഞാനും ദിവസം തോറും കഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നേ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലാഭം നമുക്ക് രണ്ടുപേർക്കും തുല്യമായിരിക്കണം. ഇല്ല അനിയ, നിങ്ങൾ തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനാണെങ്കിൽ നാളെ തൊട്ട് വേറെ ആരെങ്കിലും വന്ന് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കട്ടെ. രമ മോഹനോട് വഴക്കുണ്ടാക്കി തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. രണ്ടാമത്തെ ദിവസം ആ ഗ്രാമത്തിൽ 2 ഇഡലിക്കടകൾ വന്നു. അതിലൊന്ന് രമയുടെ കടയും അതിലൊന്ന് രമയുടെ കടയാണ്. അവിടെ രമയാണ് ഇഡലികൾ ഉണ്ടാക്കിയിരുന്നത്. അവള് തന്നെയാണ് വിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് മോഹന്റെ കട. ഇപ്പോ അവിടെ വേറൊരു സ്ത്രീയാണ് ഇഡലികൾ ഉണ്ടാക്കിയിരുന്നത്. രമയുടെ പുതിയ കട കണ്ട് ജനങ്ങളെല്ലാം രമയുടെ കടയിലേക്ക് ചെല്ലാൻ തുടങ്ങി. പക്ഷേ രമ ഒറ്റയ്ക്കായതുകൊണ്ട് ഇത്രയും പേരെ അവൾക്കൊറ്റയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവള് തളർന്നുപോയി. അപ്പോ ഗ്രാമത്തിലുള്ളവരെല്ലാം മോഹന്റെ കടയിലേക്ക് പോയി. എന്താന്ന് വെച്ചാൽ മോഹൻ എപ്പോഴത്തെയും പോലെ തന്നെ വരുന്നവർക്കെല്ലാം വളരെ ഭംഗിയായി തന്നെ ഇഡലി കൊടുത്തു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. രമ നോക്കുമ്പോ ജനങ്ങളെല്ലാവരും മോഹന്റെ കടയിൽ പോയാണ് ഇഡലി കഴിക്കുന്നത്. അപ്പോൾ രമ ഏകാന്തയായിരുന്ന്, അയ്യോ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ വിചാരിച്ചത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആളായിരിക്കും വലിയതെന്ന്. പക്ഷേ അങ്ങനല്ല. മോഹൻ വരുന്ന ആൾക്കാരോടെല്ലാം നല്ലോണം സംസാരിക്കുന്നു. ഞാൻ മോഹന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഒരുപാട് കാശുണ്ടാക്കിയേനെ. ഞാൻ ഉണ്ടാക്കിയ ഈ ഇഡ്ഡലിയെ ആരും തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. രമയ്ക്ക് അവൾ ഉണ്ടാക്കുന്ന ഇഡലിയിൽ ഭയങ്കര അഹങ്കാരമായിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി. ഇതിനാണ് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. അതെപ്പോൾ വേണമെങ്കിലും തകരാവുന്നതാണ്. ശ്രീനു ഒരു പാവപ്പെട്ട ദോശക്കാരനാണ്. അവൻ തന്റെ സൈക്കിളിൽ ദോശയുണ്ടാക്കി വ്യാപാരം ചെയ്യും. ദോശ, മസാല ദോശ, രവ ദോശ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവന്റെ കയ്യിൽ നിന്നും ദോശ വാങ്ങി കഴിക്കാറുള്ളൂ. ശ്രീനുവിന്റെ ദോശ നല്ല രുചിയുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നുമില്ല. അദ്ദേഹം എപ്പോഴും വിഷമത്തോടെയാണ് വീട്ടിലേക്ക് പോവുക. എന്തുപറ്റി? ഇന്നും വ്യാപാരം നേരെ നടന്നില്ലേ? എന്തു പറ്റിയെന്നറിയില്ല. ഇപ്പോഴുള്ള ജനങ്ങളൊക്കെ മുൻപ് പോലെ ദോശ കഴിക്കുന്നേ ഇല്ല. അച്ഛാ, ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ പിസയും ബർഗറും ഒക്കെയാണ് ഇഷ്ടം. ഇപ്പോൾ ആരും ദോശ ഇഷ്ടപ്പെട്ട് കഴിക്കാറില്ല അച്ഛാ. ഇതേപോലെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും? തീർച്ചയായും എന്തെങ്കിലും നടക്കും. അച്ഛാ, നിങ്ങൾ എന്തുകൊണ്ട് വേറെന്തെങ്കിലും വ്യാപാരം ചെയ്തുകൂടാ? അതായത് ബർഗർ, പിസ്സ പോലെ. പക്ഷെ ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല മോനെ. എനിക്ക് വെറും ദോശ മാത്രമേ ഇടാൻ അറിയുള്ളൂ. ശ്രീനുവിന് വളരെ വിഷമമായി എങ്ങനെയാണ് തന്റെ വ്യാപാരം വലുതാക്കുന്നതെന്ന്. ദിവസം തോറും അദ്ദേഹത്തിന്റെ വ്യാപാരം കുറഞ്ഞു വന്നു. അടുത്ത ദിവസം രാവിലെ ശ്രീനു നേരത്തെ പുറപ്പെട്ടു. പിന്നെ ഇന്ന് എന്നും പോകുന്ന വഴിയിൽ പോകാതെ വേറെ വഴിയിൽ പോയി. ദോശ, മസാല ദോശ, രവ ദോശ. ആ വഴിയിൽ ജിം ഉണ്ടായിരുന്നു. ജിമ്മിന്റെ പുറത്ത് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ഇത്രയും തിരക്കുണ്ടല്ലോ. ഞാൻ ഈ സ്ഥലത്താണ് നല്ലോണം ഒച്ച ഉണ്ടാക്കേണ്ടത്. ഇനി തീർച്ചയായിട്ടും നല്ല വ്യാപാരം ഉണ്ടാവും. ശ്രീനു വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ദോശ, മസാല ദോശ, രവ ദോശ. ശ്രീനുവിന്റെ ശബ്ദം കേട്ട് ഒരു ബോഡി ബിൽഡർ അവിടേക്ക് വന്നു. എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഞങ്ങൾ ഇതൊന്നും കഴിക്കില്ല. നിന്റെ അടുത്ത് ചിക്കനോ വല്ല മുട്ട ഉണ്ടെങ്കിൽ മുട്ട ദോശ ഇട്ട് തരൂ. മുട്ട ദോശയോ? അതെ, അത് നിങ്ങളടുത്തില്ലേ? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. ശരി സർ. ശ്രീനു തന്റെ സൈക്കിൾ ഓട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അന്ന് ദിവസം മുഴുവൻ ശ്രീനു പല പല സ്ഥലങ്ങളിലായി ദോശ വിറ്റു. ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ദോശ കഴിച്ചു. വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിലുള്ള ചിരി കണ്ട് ലക്ഷ്മി ചോദിച്ചു, എന്തുപറ്റി? ഇന്ന് നല്ല വ്യാപാരമുണ്ടായിരുന്നോ? വ്യാപാരം നന്നായിട്ട് നടന്നിരുന്നു. പക്ഷെ ഇന്ന് എനിക്കൊരു പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്ത് ഐഡിയ അത്? മുട്ട ദോശ. മുട്ട ദോശയോ? അതെ,
ആദ്യം നമുക്കൊന്ന് മുട്ടദോശ കഴിച്ചു നോക്കാം. പോ മുത്തു, പോയിട്ട് കടയിൽ 6 മുട്ട വാങ്ങിട്ട് വാ. ശ്രീനു മുത്തുവിന്റെ കയ്യിൽ കാശ് നൽകി. എന്നിട്ട് കടയിലേക്ക് പറഞ്ഞു വിട്ടു. കുറച്ചു സമയത്തിന് ശേഷം മുത്തു മുട്ട വാങ്ങിക്കൊണ്ടുവന്നു. അതിനുശേഷം ശ്രീനു ദോശയുണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം എപ്പോഴും പോലെ ദോശമാവിനെ തവയിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് ദോശയുടെ പുറത്തേക്ക് ഒഴിച്ചു. എന്നിട്ടതിൽ മസാല പൊടികൾ ഇട്ടു. കാണാൻ നന്നായിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ശ്രീനുവും ലക്ഷ്മിയും ആ മുട്ട ദോശ കഴിച്ചു നോക്കി. ചേട്ടാ, ഇത് വളരെ നന്നായിട്ടുണ്ട്. അച്ഛാ, എനിക്കും ഇത് തരൂ. മുത്തുവും ദോശ കഴിച്ചു നോക്കി. അവനും അത് ഒരുപാട് ഇഷ്ടമായി. അന്നവർ കുടുംബത്തോടെ മുട്ട ദോശയാണ് കഴിച്ചത്. അടുത്ത ദിവസം രാവിലെ ശ്രീനു തന്റെ ദോശയിടുന്ന സൈക്കിൾ എടുത്തുകൊണ്ട് ആ ജിമ്മിനടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ സൈക്കിളിൽ മുട്ട ട്രേയും ഉണ്ടായിരുന്നു. ദോശ, മുട്ട ദോശ, മുട്ട മസാല ദോശ. മുട്ട ദോശ എന്ന് പറഞ്ഞതും തൊട്ടടുത്തുണ്ടായിരുന്ന കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. കൂടെ തന്നെ ആ ബോഡി ബിൽഡറും വന്നു. ശരിക്കും മുട്ടദോശ കിട്ടുമോ? തീർച്ചയായും സാർ. എന്നാ എനിക്കൊരു മുട്ടദോശ തരൂ. പിന്നീട് ശ്രീനു ദോശയുടെ മേലിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നീട് ആ ബോഡി ബിൽഡറിന് മുട്ടദോശ നൽകി. മുട്ടദോശ കഴിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഒരു ചിരി വന്നു. വാവ്, വളരെ നന്നായിട്ടുണ്ട് സുഹൃത്തെ. ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല മുട്ടയും ദോശയും ചേർത്ത് കഴിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ഇന്നും നടുവോ? ആ ബോഡി ബിൽഡർ മുട്ടദോശ കഴിച്ചു. പിന്നീട് ഇനിയും ഒന്ന് ചോദിച്ചു. കൂടെ ഒരുപാട് ബോഡി ബിൽഡേഴ്സ് മുട്ടദോശ വാങ്ങിച്ചു കഴിച്ചു. എനിക്കൊരു മസാല മുട്ടദോശ. എനിക്കൊരു മുട്ടദോശ. മുട്ടദോശ ഓർഡർ നൽകി. ശ്രീനു മുട്ടദോശ ഇട്ടുകൊണ്ടേയിരുന്നു. പിന്നെ കസ്റ്റമേഴ്സ് കഴിച്ചുകൊണ്ടേയിരുന്നു. ശ്രീനു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയൊക്കെ അദ്ദേഹത്തിന്റെ മേലിൽ കൊണ്ടു. ദോശ, മുട്ടദോശ, മുട്ട മസാല ദോശ. ഒരാൾക്കടുത്തായി മറ്റൊരു കസ്റ്റമർ വന്നുകൊണ്ടേയിരുന്നു. 1 മണിക്കൂറിനകത്തു തന്നെ ശ്രീനുവിന്റെ മൊത്ത ദോശയും വിറ്റ് കഴിഞ്ഞു. പിന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനവും ഒരുപാട് കിട്ടി. അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ലക്ഷ്മി, ഇന്ന് വളരെ നന്നായിട്ട് കച്ചവടം സംഭവിച്ചിരുന്നു. എല്ലാ ദോശയും വിറ്റ് കഴിഞ്ഞു. എന്റെ ദൈവമേ, നാളെ തൊട്ട് നീ തന്നെ മാവ് അരയ്ക്കാനുണ്ട്. കസ്റ്റമേഴ്സിനൊക്കെ നമ്മളുടെ മുട്ടദോശ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടടാ. ശരി. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അടുത്ത ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു. ശ്രീനുവിന്റെ ശബ്ദം കേട്ടതും തന്നെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മുട്ടദോശ കഴിക്കാനായി വന്നു. ശ്രീനുവിന്റെ കൈകൾ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസവും അതുപോലെ തന്നെ ശ്രീനുവിന്റെ ദോശയൊക്കെ വിറ്റുപോയി. പിന്നീട് ആ ദിവസവും തുടർന്നു. മുട്ടദോശ ഫേമസ് ആയി. പിന്നെ ശ്രീനു ദിവസം മുഴുവൻ കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി. ശ്രീനുവിന് നല്ല ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ ആയിരുന്നു. ശ്രീനു ഇപ്പോൾ ഒരു മിനി ടെമ്പോയും വാങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം സൈക്കിളിന് പകരം മിനി ടെമ്പോയിൽ മുട്ടദോശ ചെയ്ത് വിൽക്കാൻ തുടങ്ങി. സിറ്റി മുഴുവൻ അദ്ദേഹം ചെയ്യുന്ന മുട്ടദോശയെ കുറിച്ചായിരുന്നു സംസാരം. അദ്ദേഹം ടെമ്പോയും കൊണ്ട് എവിടേക്ക് പോയാലും അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം അധികമായി വരും. ദിവസവും വൈകുന്നേരം ശ്രീനു തന്റെ മിനി ടെമ്പോ എടുത്തുകൊണ്ട് പാർക്കിനടുത്തേക്ക് വരും. പാർക്കിൽ നേരത്തെ തന്നെ ജഗന്റെ ദോശ സ്റ്റാൾ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീനു വന്നതും തന്നെ എല്ലാ കസ്റ്റമേഴ്സും അദ്ദേഹത്തിനടുത്തേക്ക് പോയി. ഈ മുട്ടദോശക്കാരൻ ജനങ്ങളൊക്കെ എന്താണ് ഇവൻ ആക്രമിച്ചത്? ഇയാൾ വന്നതിന് ശേഷമാണ് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി കഴിക്കുന്നത്. ഇതെനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. അന്ന് ശ്രീനു ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ജഗൻ ശ്രീനുവിന്റെ ദോശമാവിൽ മുളക് പൊടി ചേർത്തു. ഇപ്പം നോക്കട്ടെ ജനങ്ങൾക്കൊക്കെ നിന്റെ ദോശ എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന്. പിന്നീട് ജഗൻ തന്റെ കടയിലേക്ക് പോയി. ശ്രീനു ഇക്കാര്യം ഒട്ടും അറിയില്ലായിരുന്നു. അദ്ദേഹം എന്നത്തെയും പോലെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് തന്റെ കസ്റ്റമേഴ്സിന് കൊടുത്തു. പാവു സുഹൃത്തെ, ദിവസം കഴിക്കുന്ന മുട്ടദോശനെക്കാട്ടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ടല്ലോ. എരിവും പിന്നെ നല്ല രുചിയും ഉണ്ട്. സ്പൈസി മുട്ടദോശ. ഇത് കേട്ടിട്ട് ശ്രീനു തന്റെ ദോശമാവ് ടേസ്റ്റ് ചെയ്തു നോക്കി. പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മുളക് പൊടി ബോട്ടിൽ അദ്ദേഹം കണ്ടു. തീർച്ചയായും ആരോ മാവില് മുളകാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതും നല്ലത് തന്നെ. ജനങ്ങൾക്ക് ഈ സ്പൈസി മുട്ടദോശ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിനാണ് അതിഷ്ടമെന്ന് പറയുന്നത്. മുട്ടദോശ, സ്പൈസി മുട്ടദോശ. പിന്നെ വീണ്ടും ശ്രീനുവിന്റെ ടെമ്പോയുടെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നു. എല്ലാവർക്കും പുതിയ ആ സ്പൈസി മുട്ടദോശ കഴിക്കാനുള്ള ആഗ്രഹം. ശ്രീനു മുട്ടദോശ ചെയ്തുകൊണ്ടേയിരുന്നു. ജനങ്ങൾ അത് കഴിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവർക്കും സ്പൈസി മുട്ടദോശ ഒരുപാട് ഇഷ്ടമായി. ജഗന് മാത്രം ഇഷ്ടമായില്ല.
ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ. ഞാൻ അവന്റെ കച്ചവടം നാശാക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അറിയാതെ തന്നെ ഞാൻ അവന് നല്ലത് ചെയ്തു പോയല്ലോ. അയ്യോ എന്റെ ദൈവമേ. ശ്രീനുവിന്റെ സ്പൈസി മുട്ടദോശ വിൽക്കാൻ തുടങ്ങി. ഇത് കണ്ടതും ജഗന് ഒരുപാട് ദേഷ്യം വന്നു. പക്ഷെ പാവം, ഇനി അദ്ദേഹത്തെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? അദ്ദേഹം കരുതി ശ്രീനുവിനെ ഇല്ലാതെയാക്കി താൻ രക്ഷപ്പെടാമെന്ന്. പക്ഷെ പാവം, അദ്ദേഹം സ്വന്തം കൈകൊണ്ട് തന്റെ കുഴി കുഴിച്ചു.